കാസർഗോഡ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് വർഗീയ പ്രചാരണം അഴിച്ചുവിട്ടാണ് ജനങ്ങളെ കബളിപ്പിച്ചതെന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനി. വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ എം.എൽ.എമാർ ജയിക്കുന്ന മണ്ഡലത്തിൽ വികസനം എത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാർ വികസനം മുൻനിർത്തിയാണ് പ്രചാരണമെന്നും ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കുമെന്നും എം.എൽ. അശ്വിനി 24നോട്. ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തു വന്നു. അതിൽ കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരിക്കുന്നത് ഇത്തവണ ഒരു വനിതാ മുഖത്തെയാണ്. ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനിയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. 12,000 വോട്ടുകളുടെ ഡിഫറൻസാണ് മുസ്ലിം ലീഗുമായി കാസർഗോഡ് മണ്ഡലത്തിലുള്ളത്. എങ്ങനെയാണ് ഇത്തവണത്തെ പോരാട്ടം നന്നായിട്ട് തന്നെ ഉണ്ടാവും. ബിക്കോസ് ഞാനത് ഡിഫറൻസ് ഒന്നും നോക്കാൻ പോകുന്നില്ല. ഈ പ്രാവശ്യത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതല്ലാണ്ട് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജിയുടെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ കാലകാലമായിട്ട് കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ എം.എൽ.എമാർ ആണ് ഇവിടെ ആയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് അത്രേ എം.എൽ.എമാരും ഇവിടെ എം.എൽ.എമാർ ഉണ്ടായിരുന്നു. സ്റ്റേറ്റിൽ അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പിന്നെ സെൻട്രലിൽ UP ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടും പോലും ഇവർക്ക് ഡെവലപ്മെന്റ് കാസർഗോഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്ത് കാസർഗോഡ് മണ്ഡലത്തിലും മഞ്ചേശ്വരം മണ്ഡലത്തിലും ബി.ജെ.പിയും മുസ്ലിം ലീഗും വർഗീയ നിലപാടുകൾ ഉയർത്തി കാണിച്ച് രാഷ്ട്രീയ കളിക്കുന്നു എന്നാണ് പ്രചരണം. മുസ്ലിം ലീഗ് റിയാസ് മൗലവിയുടെ കൊലപാതകം ഉൾപ്പെടെയാണ് മഞ്ചേശ്വരം എം.എൽ.എ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ആയുധം. ബി.ജെ.പിയുടെ പ്രധാനമായ പ്രചരണ ആയുധം എന്തായിരിക്കും? ആക്ച്വലി അവർ മറ്റേ പാർട്ടിക്കാർ തോൽക്കുമെന്ന് അവർക്ക് വന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിലാണ് അവർ വോട്ടെടുക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് അവർ ലാസ്റ്റ് വെപ്പനായിട്ട് യൂസ് ആക്കും. അവർ വികസനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ അവിടെ ആയെങ്കിലും ഇവിടെ ആയെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് അവർക്ക് കിട്ടുന്ന വെപ്പനാണ് ഈ ഒരു ഇങ്ങനെയുള്ള വർഗീയത പ്രശ്നങ്ങൾ. ബിക്കോസ് ബി.ജെ.പിക്ക് ഒരു വർഗീയത്തില്ല. നമുക്ക് അവിടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും വർഗീയതയല്ല. ബിക്കോസ് നമ്മൾ നരേന്ദ്രമോദിജി ആവട്ടെ, നമ്മുടെ സ്റ്റേറ്റ് നാഷണൽ പ്രസിഡന്റ് ആവട്ടെ, സ്റ്റേറ്റ് പ്രസിഡന്റ് ആവട്ടെ, സെൻട്രൽ മിനിസ്റ്റർമാരാവട്ടെ, എല്ലാവരും പോലും എല്ലാ കമ്മ്യൂണിറ്റിയിലും നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. ഡെവലപ്മെന്റ്സ് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് എടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ റിലീജിയൻ നോക്കിയിട്ടോ കാസ്റ്റ് നോക്കിയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് എം.എൽ. അശ്വിനി ഉള്ളത്. ഇനി പ്രചരണം ഉടൻ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.